നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടൊരു കാര്യമാണ് നമ്മുടെ ഇയർപോഡ് ഹിയറിംഗ് എയ്ഡിനെ പറ്റി. അപ്പം സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് അതിനെപ്പറ്റി? സോ എയർപോഡ്സിനകത്ത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആപ്പിൾ എയർപോഡ്സിനകത്ത് ഹിയറിംഗ് എയ്ഡിൻ്റെ ഒരു ഫീച്ചർ ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞു. സോ ബേസിക്കലി വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പോൾ OTC എന്ന് പറഞ്ഞൊരു ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഹിയറിംഗ് എയ്ഡ്സ് വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു മൈൽഡ് അല്ലെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ്, മോഡറേറ്റിന് മേളിലോട്ടല്ല, മൈൽഡ് ടു മോഡറേറ്റ് ചെറിയ ലോസ് ഉള്ളവർക്ക് മാത്രമേ ഈ മെഷീൻ ബെനിഫിറ്റ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഈ മെഷീൻ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ FDA അപ്രൂവൽസ് വന്നേക്കുന്നത് മൈൽഡ് ടു മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ഉള്ളവർക്കാണ് ഈ മെഷീൻ വരുന്നത്. പക്ഷേ അവർ മാർക്കറ്റ് ചെയ്തപ്പോൾ അതൊരു എന്താ പറയുക, ഒരു കോമൺ ഹിയറിംഗ് എയ്ഡ്സ് പോലെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. വേർ പീപ്പിൾ കുഡിൻ ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ. കാര്യം ഇപ്പോൾ റീസെൻ്റ്ലി കുറേ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ശബരിയായിട്ട് ഷെയർ ചെയ്യാം സ്റ്റഡീസ്. പക്ഷേ ആ സ്റ്റഡീസിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയർപോഡ്സ് ഹിയറിംഗ് എയ്ഡ്സ് പോലെ ഫങ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് നമ്മൾ അസസ് ചെയ്തപ്പം അത്രയും യൂസ് അവർക്ക് കിട്ടിയതായിട്ട് പറയുന്നില്ല. അപ്പം ഇറ്റ് വാസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫ്രം ആപ്പിൾ. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇറ്റ് മൈറ്റ് ഡെവലപ്പ്. കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹിയറിംഗ് എയ്ഡ് എടുക്കാൻ വരുന്ന ഒരാൾ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 100 പേരിൽ ഒരു 10 അല്ലെങ്കിൽ 20 പേരെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും ആ ഹിയറിംഗ് ലോസ് വെച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതുപോലൊരു അസിസ്റ്റീവ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റ് ദ ഏർലി സ്റ്റേജസ്, കാര്യം കുഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ ഒരു അസിസ്റ്റീവ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറയാതിരിക്കും. അപ്പം യൂഷ്വലി നമ്മുടെ അടുത്തേക്ക് വരുന്നവരെല്ലാം ഒരു 10 കൊല്ലം ഹിയറിംഗ് ലോസുമായിട്ട് ജീവിച്ചിട്ടാണ് നമ്മുടെ അടുത്തൊരു ഹിയറിംഗ് സപ്പോർട്ടിന് വേണ്ടി വരുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ടേ അവർ ഇത് ചെയ്യത്തുള്ളൂ. അപ്പുറത്തേക്ക് ഒരു 3rd സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബ്രെയിനിൻ്റെ ഡിറ്റോറേഷൻ ഒക്കെ സംഭവിച്ചിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പുറത്തേക്കാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മെമ്മറി ലോസും കാര്യങ്ങൾ, കോഗ്നിറ്റീവ് ഡിക്ലൈൻ, ഇതെല്ലാം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് ഇവർ റീഹാബിലിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് OTC ഹിയറിംഗ് എയ്ഡ് ആവശ്യമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പം അതായത് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് വരുമ്പോൾ ആ യൂസറിന് ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നില്ല. ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം കാർ ഓടിക്കാനായിട്ട് ഇരിക്കുന്ന പോലെയാണ്. നമ്മൾ വേറൊരാൾ യൂസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ നമ്മളെടുത്ത് വെക്കുമ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനെ ഒരാൾ മനസ്സിലാക്കി ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഹിയറിംഗ് എയ്ഡിൻ്റെ അകത്തെ പ്രോഗ്രാംസ് കസ്റ്റം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു 3 മാസം കൊണ്ട് ഒരാളുടെ ഹിയറിംഗ് എയ്ഡ് പ്രോപ്പറായിട്ട് ആൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആൾ റിയൽ ലൈഫിൽ പോയി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ് അതിന് കറക്ഷൻ ചെയ്താണ് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം പിന്നെ അത് അഡാപ്റ്റ് ചെയ്യണം. കാര്യം ഞമ്മല്ല, ആദ്യം നമുക്ക് ക്ലച്ച് എവിടെ, ഗിയർ എവിടെ, കാറ് ഓടിക്കുമ്പം നമുക്ക് ഫുൾ ടെൻഷൻ, അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം, ഇതെല്ലാം വരും. അപ്പോൾ പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആവും. നമ്മൾ പോലും അറിയാതെ ഇതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡിൽ കൂടെ കേൾക്കാനും നമ്മൾ പോലും അറിയാതെ ചെയ്യും. പക്ഷെ അതിനുള്ള പ്രാക്ടീസും അതിനുള്ള ടൈമും എടുക്കും. എന്തായാലും ഒരു 3 to 6 months എടുക്കും. ഒരു ഫുള്ളി ഒരാൾ ഫുള്ളി പഴയ രീതിയിൽ കേൾക്കുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്ത് വരാനായിട്ട് അത്രയും ടൈമെങ്കിലും എടുക്കും. പക്ഷെ OTCയിൽ വരുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവത്തില്ല. അപ്പം ആൾക്കാർ പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമൻറ്റ് സെക്ഷൻ ആയാലും മെസ്സേജസിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഹിയറിംഗ് എയ്ഡിൻ്റെ കോസ്റ്റിനെ പറ്റി. സോ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. സോ ഹിയറിംഗ് എയ്ഡിൻ്റെ കോസ്റ്റ് വരുന്നത് ആക്ച്വലി ഒരു പ്രോപ്പർ ഫങ്ഷൻ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിനകത്ത് പല മെമ്മറി, റാം, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്പീഡ് വരുന്ന കുറേ മെഷീൻസ് ഉണ്ട്. ദ ഫാസ്റ്റർ ദ മെഷീൻ ബെറ്റർ ദ മെഷീൻ. അതുപോലെ തന്നെയാണ് ഹിയറിംഗ് എയ്ഡും. ഈ നമുക്ക് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ഡിലേ പോലും ഇല്ലാതെ മൈക്രോ സെക്കൻഡ് ഡിലേയിൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ കേട്ടോണ്ടിരിക്കണം. ഓക്കെ, കൂട്ടത്തിൽ നിങ്ങൾ പറയുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നിങ്ങളുടെ രീതിയിലുള്ള കംഫോർട്ടിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് കിട്ടും. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മെഷീൻ അത് ഫാൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യാതെ ഫാനിനെ കുറയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യം മെഷീൻ തന്നെ ആലോചിച്ച് ചെയ്യണം. അത് ചെയ്യാനുള്ള കഴിവിനാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പം
നമ്മൾ വില കുറയ്ക്കുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഓരോ ഫീച്ചേഴ്സ് അവർ കട്ട് ചെയ്ത് ഒരു ടോപ്പ് ആൻഡ് ഹിയറിംഗ് അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് കാർ മേടിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഓപ്ഷൻസ് നമ്മൾ വില കുറയുമ്പോൾ കട്ട് ചെയ്ത് ബേസ് മോഡലാകുമ്പോൾ വരുന്നത് പോലെ തന്നെ ഹിയറിംഗ് എയ്ഡിൻ്റെ ഫീച്ചേഴ്സുമാണ് അവർ കട്ട് ചെയ്യുന്നത്. അപ്പം ഫീച്ചേഴ്സ് കുറയുന്നതനുസരിച്ച് നമ്മൾക്ക് ചില സിറ്റുവേഷനിൽ, എല്ലാ സിറ്റുവേഷനിലില്ല, പക്ഷെ ചില സിറ്റുവേഷനിൽ പെർഫോം ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാകത്തില്ല. ഏറ്റവും ഡിഫിക്കൽട്ട് വരുന്നത് ഒരു കല്യാണത്തിന് പോയി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഭയങ്കര ക്രൗഡഡ് ആയിട്ട് സ്പീച്ച് തന്നെ നോയ്സ് ആയിട്ട് വരുന്ന കണ്ടീഷൻ. അതായത് കല്യാണത്തിന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വർത്തമാനം പറയുന്നത് കേൾക്കണമെങ്കിൽ ഈ മെഷീൻ അത്രയും പവർഫുൾ ആണ്, അല്ലെങ്കിൽ അത്രയും നോയ്സ് ക്യാൻസലേഷൻ ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് ആ നോയ്സിൻ്റെ ഇടയിൽ ആ മെഷീൻ കൺഫ്യൂസ്ഡ് ആയി പോകും, മെഷീൻ ഒരിക്കലും പെർഫോം ചെയ്തില്ല. ആ പെർഫോം ചെയ്യാതെ വരുമ്പോൾ ആൾ ബ്ലാങ്ക് ആയിട്ട് പോകും. ആൾക്ക് കാര്യം നമുക്ക് ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഒരു ഗ്യാതറിങ്ങിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പയ്യെ അത് അവോയ്ഡ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പം ആ സമയത്ത് പെർഫോം ചെയ്യുന്നതിനാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്. രണ്ടാമത്തെ ഇതിൻ്റെ R&D, ഇതിൻ്റെ പുറകിൽ റിസർച്ച് ചെയ്ത് ഇത് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിക്കാനുള്ളത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് പ്രോസസ്. സോ അതിൻ്റെ R&D ഈസ് എ ഹ്യൂജ് തിങ്. ആൻഡ് ഓൾസോ ഹിയറിംഗ് എയ്ഡ്സ് കംസ് വിത്ത് ഞാൻ പറഞ്ഞില്ല പ്രോഗ്രാമിങ്. അതായത് ഓരോ ഹിയറിംഗ് എയ്ഡും എല്ലാ 3 മാസവും റീപ്രോഗ്രാം ചെയ്യണം. എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഇതുമായിട്ട് ട്യൂൺഡ് ആവും. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇതിനെ ട്യൂണിങ്ങും സർവീസും കാര്യങ്ങളും. അപ്പം നമ്മൾ ആ ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ അകത്ത് ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും, നമുക്ക് വേറെ പേയ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. സോ നമ്മൾ എത്ര നാൾ മെഷീൻ യൂസ് ചെയ്യുന്നു അത്രയും നാളും ആ പ്രൊവൈഡർ ഈസ് റെസ്പോൺസിബിൾ ടു ഗിവ് യു സർവീസ്. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ എങ്ങനെ വരുന്ന ടെലികണക്റ്റ്. അപ്പം എൻ്റെ പേഷ്യൻസൊക്കെ ഇപ്പോൾ ദുബായിലുള്ള ഒരാൾ ഇമീഡിയറ്റ്ലി വിളിച്ച് പറയാം എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, എൻ്റെ ഹിയറിങ്ങിൻ്റെ പവർ കുറവാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടെലി കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വീഡിയോ കോൾ വഴി അവരുടെ ഹിയറിംഗ് എയ്ഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇപ്പോൾ സൗണ്ട് കൂട്ടണോ കുറയ്ക്കണോ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം പക്ഷേ അവർ അസിസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ആ സർവീസസ് എല്ലാം ഈ ഹയർ എൻഡ് ഹിയറിംഗ് എയ്ഡ്സ് ഉള്ളവർക്കെല്ലാം അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിന് വേണ്ടി ഒരു സിസ്റ്റം പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് TV ഡയറക്റ്റ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു മീറ്റിങ്ങിന് ഇരിക്കുകയാണെങ്കിൽ ആ ടേബിളിൽ ഒരു ചെറിയ മൈക്ക്, നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന മൈക്കില്ല, അതുപോലത്തെ ഒരു മൈക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ ചുറ്റുമുള്ളവരെ എല്ലാം ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഓരോ ഫുൾ സാധനം നമുക്ക് ആ ഹിയറിംഗ് ലോസ് ഉള്ള വ്യക്തിയുടെ രീതിയിൽ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആ ടെക്നോളജീസ് എല്ലാം വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഹയർ ആയിരിക്കും. കാര്യം ഓരോ പെയിനാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എല്ലാ പെയിനും സോൾവ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വരും. പിന്നെ ഹിയറിംഗ് എയ്ഡ്സ് ഇത്രയും കോസ്റ്റ്ലിയാന്ന് പറയുമ്പോൾ കോക്ലിയർ ഇംപ്ലാൻസ് വരുമ്പം അത് അതിലും കോസ്റ്റ്ലിയാണ്. അപ്പം ഇംപ്ലാൻസിൻ്റെ ലെവലിലോട്ടൊന്നും പോവാതെ ഇവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമെങ്കിൽ ഇതായിരിക്കും. ആൻഡ് റാദർ ദാൻ തിങ്കിങ് ഇറ്റ് ആസ് എ ഭയങ്കര എക്സ്പെൻസീവ് പാർട്ട്, വി ഷുഡ് തിങ്ക് ഇറ്റ് ആസ് എ ഇൻവെസ്റ്റ്മെൻറ്റ്. കാര്യം ഈ ഹിയറിംഗ് എയ്ഡ് വെച്ച് നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. കാര്യം നമ്മളുടെ ജോലി ശരിയാക്കാൻ പറ്റുമോ, നമുക്ക് മീറ്റിങ്സും കാര്യങ്ങളും നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ ഇപ്പം നേരത്തെ പ്രേസി പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാമാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. സോ ഇത് ഹയർ ആണെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് മച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം പ്രൈസ് ചോദിക്കുന്നവർക്കൊരു കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞില്ല ഹയർ മെഷീനിലോട്ട് പോകണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നമുക്ക് പറ്റുന്ന ഹയറിലെടുത്തിട്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാര്യം ചുമ്മാ ഒരു മെഷീൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല. നമുക്ക് അതിനെ കസ്റ്റം ചെയ്ത് എടുത്താൽ മാത്രമേ ബെറ്റർ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോസിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് മെമ്മറി ലോസ്. നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ ഇടയിലും മെമ്മറി ലോസിനെ പറ്റി പറയുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? കറക്റ്റ്. സോ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു, ഈ നമ്മൾ ചുമ്മാ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മെമ്മറി ലോസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ. പക്ഷേ അല്ല, ഞാൻ വേണമെങ്കിൽ അവരൊരു കാര്യം ശരി ഗൂഗിളിലൊന്ന് ചെയ്ത് നോക്കി. അതായത് ഹിയറിംഗ് ലോസ് ലീഡിങ് ടു ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മെമ്മറി ലോസ് ആണ്. ചുമ്മാ അത് യെസ് ഓ നോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്ക്. എസ് എന്നാണ് ഇത് പറയുന്നത്. അത് ഒരു പ്രൂവൻ കാര്യമാണ്. കാര്യം ഒരു 3 സ്റ്റേജസ് ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയാം. അപ്പം ഫസ്റ്റ് വരുമ്പം നമുക്ക് കേൾവി നഷ്ടപ്പെടും. അതായത് നമ്മുടെ ചെവിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഹിയറിംഗ് ഡിറ്റോറേറ്റ് ചെയ്യും. ഹിയറിംഗ് ഡിറ്റോറേറ്റ് ചെയ്ത് കഴിയുമ്പം കുറച്ച് നാൾ കഴിയുമ്പം ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽസ് നമുക്ക് ഹിയറിംഗ് ഡിറ്റോറേറ്റ് ചെയ്യുമ്പോൾ തന്നെ വീക്കറാവും, ബ്രെയിൻ അതനുസരിച്ച് അഡാപ്റ്റ് ആവും. അപ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറയും. ബ്രെയിനിൻ്റെ ഫങ്ഷൻ കുറയുമ്പോൾ അത്
അവിടെ ഒരു റീജിയൻ എംറ്റിയർ ആയിട്ട് വരും. ആ റീജിയൻ പിന്നെ അത് പ്രശ്നമായിട്ട് അത് ഡിമെൻഷ്യ അല്ലെങ്കിൽ മെമ്മറി ലോസ് എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആയി പോകുന്നതാണ്, ഹിയറിംഗ് ലോസുമായിട്ട് അഡാപ്റ്റ് ആവുന്നതാണ്. പക്ഷേ നമ്മുടെ സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറി ലോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ കുഞ്ഞിലെ തൊട്ട് കേട്ടാണ് ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കേൾവിക്കുറവ് വരുമ്പം ആ കേട്ട് ഓർത്തിരിക്കുന്ന കാര്യം വീണ്ടും വിട്ടു പോകും നമ്മളിന്ന്. അപ്പം അതൊരു സത്യമായ കാര്യമാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് ആവശ്യമായ കാര്യമാണ്. ഓക്കെ, സംശയമുള്ളവർ ഒന്നും കൂടെ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഹിയറിംഗ് ലോസ് ക്യാൻ ലീഡ് ടു ഡിമെൻഷ്യ. ഓക്കെ, ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രവണ സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ ഹെൽപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, സോ കഴിഞ്ഞ 30 years ആയിട്ടാണ് നമ്മൾ ശ്രവണ ഇത് ചെയ്തേക്കുന്നത്. 1995 എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ശ്രവണ സ്റ്റാർട്ട് ചെയ്തത്. സോ അന്ന് തൊട്ട് നമുക്ക് ഹിയറിംഗ് ലോസ് ഉള്ള അന്ന് നമ്മളൊരു ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു നമ്മൾ ആദ്യം. പിന്നെയാണ് നമുക്ക് സ്ട്രോങ്ങർ ഹിയറിംഗ് ഒരു ഇതിലേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു കംപ്ലീറ്റ് ഡയഗ്നോസ്റ്റിക് യൂണിറ്റ് ഉണ്ട്. അതായത് ഹിയറിംഗ് ലോസിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഡയഗ്നോസ്റ്റിക് ഫുള്ളി എക്വിപ്ഡ് യൂണിറ്റ് നമുക്കുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസും ഉണ്ട്. നമുക്കൊരു 13-14 ബ്രാഞ്ചസ് ശ്രവണയുടെ ഉണ്ട്. കൂട്ടത്തിൽ നമുക്ക് എല്ലാ കമ്പനിയുടെ ഇപ്പം ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ മെഷീൻ കൊടുക്കണം എന്നുള്ളൊരു ബയസ് ചോയ്സ് ഇല്ല. നമുക്കൊരു 10 കമ്പനിയുടെ ഹിയറിംഗ് എയ്ഡ് ബ്രാൻഡ്സും ഉണ്ട്. അപ്പം നമുക്ക് ഏത് മെഷീൻസ് പേഷ്യൻ്റ് സെലക്ട് ചെയ്യുന്നോ അത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് സൊസൈറ്റിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു വോയിസ് ഓഫ് സൈലൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 30th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു വോയിസ് ഓഫ് സൈലൻറ്റ് പ്രോജക്റ്റിൽ ഞങ്ങൾ ഭാഗമാണ്. സോ വോയിസ് ഓഫ് സൈലൻറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കുവൈറ്റ് ബേസ്ഡ് ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ കുറേ സ്കൂൾ ചിൽഡ്രൻ ആണ്. അവർ സൊസൈറ്റിക്ക് വേണ്ടി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിമെൻഷ്യ എന്നുള്ളൊരു കോസിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ളൊരു വലിയ മോട്ടീവായിട്ട് ആ കുഞ്ഞുങ്ങൾ എല്ലാ മാസവും ഓരോരുത്തർക്ക് ഹിയറിംഗ് എയ്ഡ് സ്പോൺസർ ചെയ്യും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന, അതായത് മെഷീൻ്റെ ഒരു നല്ല പെർസെൻറ്റേജ് ഞങ്ങൾ മാറ്റി ഞങ്ങളുടെ പ്രോഫിറ്റ് ലൈൻ മൊത്തം മാറ്റിയിട്ട് അവർക്ക് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ആ പ്രോജക്റ്റിനെ സെറ്റ് ചെയ്തെടുത്തു. അപ്പം ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഞങ്ങൾ ഓരോ മാസവും ഓരോരുത്തർക്ക് കൊടുത്തു. ഈ 2025 ഞങ്ങൾ എല്ലാ മാസവും ഓരോരുത്തർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് ഇത് ചെയ്തു. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങൾ 12 പേഷ്യൻ്റ് എന്ന് പറഞ്ഞെങ്കിലും വി ആർ എക്സ്പെക്റ്റിംഗ് ഒരു 30-40 പേഷ്യൻസിനെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്തു. അതായത് ഒരു 10 ലക്ഷം രൂപയുടെ ഇംപ്ലാന്റ് ആയിരുന്നു. സോ ആ കുട്ടിക്ക് നമ്മളും ഒരു സ്പോൺസേഴ്സ്, അവർക്ക് പേര് വെളിപ്പെടുത്താൻ ഇതല്ല, പക്ഷെ എന്നാലും ആ സ്പോൺസേഴ്സും കൂടെ ചേർന്ന് നമ്മൾ ആ കുട്ടിക്ക് ഫ്രീ ആയിട്ട് ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അവരുടെ ആഫ്റ്റർ തെറപ്പി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പം അവരെയും സൊസൈറ്റിയിലേക്ക് ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. പിന്നെ ഈ സൈൻ ലാംഗ്വേജ് ഉള്ള ആൾക്കാർ, അപ്പം സൈൻ ലാംഗ്വേജ് ഉള്ള കമ്മ്യൂണിറ്റീനെ നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെ ഒരു അസോസിയേഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ഓക്കെ.